ഈ പിണറായി വിജയൻ സർക്കാർ എന്തോന്നാണ് ഈ കാണിക്കുന്നത്? ജയിൽ പുള്ളികൾക്ക് 630 രൂപ ശമ്പളം കൊടുക്കുന്നത്രേ. ഈ വാർത്ത കേട്ടിട്ട് ജയിലിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഒരുപാട് പേരുടെ വീഡിയോസ് കണ്ടു. നല്ല കാര്യം. പക്ഷെ കുറച്ച് കാര്യങ്ങളൂടെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് പോയാൽ നന്നായിരിക്കും. ജോസഫ് ഗീബൽസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അഡോൾഫ് ഹിറ്റ്ലറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും മന്ത്രിയുമായിരുന്നു അദ്ദേഹം. ഹിറ്റ്ലറുടെ ഭരണത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടിയ കാലത്ത് അസത്യങ്ങൾ പറഞ്ഞും അർദ്ധസത്യങ്ങൾ പറഞ്ഞും ജനങ്ങളെ എങ്ങനെ കൂടെ നിർത്താമെന്ന തന്ത്രം ഹിറ്റ്ലർക്ക് പറഞ്ഞു കൊടുത്തത് ഗീബൽസ് ആയിരുന്നു. പിന്നീട് ലോകത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണത്തിലേക്ക് വരുവാനും ഭരണത്തിൽ വന്നു കഴിഞ്ഞതിൽ തൂങ്ങി നിൽക്കാനുമൊക്കെ ഇതേ തന്ത്രം പയറ്റിയിട്ടുണ്ട്. പിൽക്കാലത്ത് ഗീബൽസ്യൻ തന്ത്രങ്ങൾ എന്നവ അറിയപ്പെട്ടു. ഈ തന്ത്രങ്ങളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റ് നമുക്കുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നത് അതിന്റെ ഒരു കേരള വെർഷനാണ്. ജയിലിൽ കിടക്കുന്നവർക്ക് 630 രൂപ കിട്ടുമെന്നുള്ളത് സത്യമാണോ? സത്യമാണ്, പക്ഷേ പൂർണ്ണമായും സത്യമല്ല. ഇന്നലെ ഈ വിഷയത്തിന്മേൽ ഏഷ്യാനെറ്റിൽ നടന്ന ചർച്ചയിൽ മുൻ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. 10,400 തടവ് പുള്ളികളാണ് കേരളത്തിലെ വിവിധ ജയിലുകളിലായി കിടക്കുന്നത്. അതിൽ തന്നെ 3,300 പേർ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആണ്, അതായത് പോലീസിന്റെ വിചാരണയ്ക്ക് മറ്റുമായി ജയിലിൽ കഴിയുന്നവർ. അതുപോലെ തന്നെ 3,300 പേർ സിമ്പിൾ ഇംപ്രിസൺമെന്റ് ആണ്. ഈ പറഞ്ഞ രണ്ടു കൂട്ടർക്കും, അതായത് ഏകദേശം 6,600 പേർക്ക് മേൽപ്പറഞ്ഞ വേതനം ലഭിക്കുന്നില്ല. ബാക്കിയുള്ള 3,800ഓളം തടവ് പുള്ളികൾക്കാണ് ഈ വേതനം ലഭിക്കുന്നത്. പക്ഷേ ഈ ശമ്പളം പൂർണ്ണമായും പ്രതികൾക്ക് ലഭിക്കുമോ? അവിടെയാണ് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടത്. ശമ്പളത്തിന്റെ 30% ഈ കേസിലെ വിക്ടിമിന് നേരിട്ട് കൈമാറും. അതായത് ഈ പ്രതിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്ന ആൾക്ക് 50% പ്രതിയുടെ വീട്ടിലുള്ള ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ലഭിക്കും. ഈ പോയിന്റ് പറയുമ്പോൾ അതും പ്രതിക്ക് കിട്ടുന്നതല്ലേ എന്ന് ചിന്തിക്കാൻ വരുന്നവരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരാൾ ജയിലിൽ പോകുമ്പോൾ അത് അയാളെ മാത്രമല്ല ബാധിക്കുന്നത്, ആ കുടുംബത്തിനെയും അത് വളരെ മോശമായി ബാധിക്കും. തുടർന്നുള്ള അവരുടെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടിലാകും. പലരും അവർക്ക് ജോലി കൊടുക്കാൻ മടിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 50% അവരിലേക്ക് പോകുന്നത്. ഭാര്യയും കുഞ്ഞുങ്ങളും ഇല്ലാത്ത പ്രതികളാണെങ്കിൽ ഈ 50%ത്തിന്റെ വലിയൊരു ഷെയർ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനും മറ്റുമാണ് പോകുന്നത്. ഇനി വരുന്ന 20% മാത്രമാണ് ഈ പ്രതിക്ക് നേരിട്ട് ലഭിക്കുന്നത്. അതും അയാൾക്ക് പൂർണ്ണമായി ഉപയോഗിക്കാൻ പറ്റില്ല. അയാൾക്ക് ജയിലിനകത്തും ചിലവുകളുണ്ട്. അയാൾക്ക് ബ്രഷ് മേടിക്കണം, സോപ്പ് മേടിക്കണം, അങ്ങനെയുള്ള ചിലവുകൾക്കാണ് ആ പൈസ വിനിയോഗിക്കുന്നത്. നിങ്ങൾ കേട്ടതിൽ ഒരു കള്ളം കൂടെ ഉണ്ട്. ഇത് ഗവൺമെന്റിന്റെ പൈസ ഖജനാവിൽ നിന്നും എടുത്താണ് കൊടുക്കുന്നത് അത്രേ, ഒരിക്കലുമല്ല. ജയിലിന് ഇൻകം വരുന്ന പല സോഴ്സുകളുണ്ട്. ലൈക്ക് ജയിൽ ക്യാൻറ്റീൻ, ജയിലിലെ ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ അങ്ങനെ വരുന്ന ആ ഇൻകത്തിൽ നിന്നുമാണ് അവർക്കുള്ള വരുമാനം കൊടുക്കുന്നത്. നമ്മളൊരു വാർത്ത കാണുമ്പോൾ അത് ഒന്നും അറിയാതെ വിഴുങ്ങണമെന്നാണ് ആ വാർത്ത പടച്ചുവിട്ടവരുടെ ആഗ്രഹം. പക്ഷേ അതെങ്ങനെ വിഴുങ്ങണമെന്ന് നമ്മൾ ആലോചിച്ച് ചെയ്താൽ നല്ലത്. നിഷ്പക്ഷരായ ചില മഹാന്മാർ ഇങ്ങനെ കുറിക്കുന്നതും കണ്ടു. ജയിലിലുള്ളവർക്ക് എന്തിനാണ് ശമ്പളം? അവരെ ശിക്ഷിച്ചതല്ലേ, അവർക്ക് ഈ ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഈ പറഞ്ഞവനും വൈകുന്നേരം ജയിൽ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചവനായിരിക്കും. ഡോണ്ട് യു ഫീൽ ദ ഐറണി? എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ. കമന്റുകൾ മാത്രം വായിച്ചിട്ട് ജയിലിൽ പോകാൻ നിൽക്കുന്നവർക്ക് അതൊരു ഉപകാരമായിരിക്കും.